ആരായി തെറ്റിച്ചെന്ന്? എടാ, കഴിഞ്ഞ ക്രിസ്മസ് തൊട്ട് തുടങ്ങിയല്ലേ നീ ഈ ക്രിസ്മസ് ആയിട്ട് മര്യാദക്ക് ഒരു പാട്ട് വായിക്കാൻ നീ പഠിച്ചോ? നീ പഠിച്ചോ? നീ ഇല്ല. ഇല്ല. നിന്നോട് ഞാൻ എന്താ പറഞ്ഞു തന്നത്? എടാ, പല്ലവി മാത്രം നോക്കാൻ പറഞ്ഞാ പല്ലവി മാത്രം വായിച്ചാ മതി. പാപ്പ, ഞാൻ ഈ പള്ളിയിൽ വന്നത് ഇത് ഊതാനല്ല. നീ ഇത് ഊതാമല്ല എന്ന് എനിക്കറിയാം. നീ കണ്ട പെണ്ണുങ്ങളെ പറയാൻ നടക്കാൻ നീ വന്നവനല്ലേ? എന്റെ ശ്വാസന്റെ കാണാൻ വന്ന. ശ്വാസകന്നാ? എന്റെ ശ്വാസന്ന കുട്ടിക്കാലം മുതലേ ഞങ്ങൾ പ്രേമല്ലേ. ഭയങ്കര പ്രേമം. എന്റെ അവളുടെ മാമദീസ ഒരു ദിവസമായിരുന്നു. അവളുടെ അമ്മയുടെ കയ്യിൽ അവളിരിക്കുന്നു, എന്റെ അമ്മയുടെ കയ്യിൽ ഞാനിരിക്കുന്നു. അവൾ എന്നെ ഇങ്ങനെ നോക്കുന്നു, ഞാനൊരു സൈറ്റ് കൊടുത്തു. അങ്ങനെ മാമോദീസക്ക് തുടങ്ങിയ ലൈനാ. മാമോദീസ കാലം തൊട്ട് തുടങ്ങിയതാ. അതെ. ഇത് കല്ലറ ചെന്നൈ ഇത് അവസാനിക്കും. അതെ, എന്റെ ലോലിപ്പോപ്പ്. ലോലിപ്പോപ്പോ? നീ എന്തൊക്കെയാണ് എന്നെ വിളിക്കുന്നത്? ലൂയി പാപ്പൻ. ലൂയി പാപ്പൻ. അത് തന്നെ. ശ്വാസന്ന. ഇനി എല്ലാവരും അങ്ങോട്ട് വായി നോക്കിയിരുന്നു. ഇവിടെ മര്യാദക്ക് പാട്ട് വായിക്കാനാ പറഞ്ഞത്. ശ്വാസന്നെ. നോക്കിക്കഴിഞ്ഞോ? ഇല്ല, കുട്ടിക്കാലം തുടങ്ങി നോക്കണതാണ്. എന്നാലും നോക്കി കൊതി തീർന്നില്ല. കുറച്ചു നേരം കൂടി നോക്കട്ടെ. അതല്ല ചോദിച്ചേ, പാട്ട് നോക്കിക്കഴിഞ്ഞോ? പാട്ട് അതപ്പോഴേ നോക്കിക്കഴിഞ്ഞു. ഭയങ്കര നോട്ടമാ പാട്ട്. ഇവനൊരു പാട്ട് വായിച്ചിട്ട് വേണം ഈ പാന്റ് ഷർട്ട് ഇവനെ ഏൽപ്പിക്കാൻ. എന്റെ ഈ പാന്റ് ഷർട്ട് ഇവനെ ഏൽപ്പിക്കാൻ. അതിനെവിടെ ഇവൻ ഒരു പാട്ടിന്റെ പല്ലവി പോലും ഇവൻ ശരിക്കും വായിക്കാൻ അറിയില്ല. ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റും. ഞങ്ങൾ കുട്ടിക്കാലം തുടങ്ങി പ്രേമിക്കുന്ന. പണിയില്ലടാ നിനക്ക്? അതെ. എന്താ പാത്രത്തിൽ? ഇതാ, ഇത് മുളവിട്ട് അരച്ച മീൻകറി. കൊടംപുളിയുണ്ട്. വരാല് കറി ആയിരിക്കുള്ളൂ. വേണോ പാപ്പനെ? എനിക്ക് വേണ്ട. പാർട്ട് 1 വരാല് കറി കഴിച്ചെന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഇത് വരാലല്ല, പിന്നെ പരല. പരല് പരല്. ഇവിടെ എന്താ ഇത് നടക്കുന്നത്? നിങ്ങൾക്ക് ചെവി വെക്കത്തില്ലേ? ഞങ്ങൾ ഇവിടെ ബാൻഡ് സെറ്റിന്റെ പ്രാക്ടീസ് വരുന്നുണ്ട്. ഏത് പ്ലാക്കല്? ഒറ്റ പ്ലാക്കലച്ചൻ. അതിനെന്താ വരുമ്പം ഇന്ന് ഒരു തീരുമാനമാവും. മിക്കവാറും ഉള്ള കെട്ടും പാണ്ടും ഒക്കെ എടുത്ത് പോകേണ്ടി വരും. അച്ഛൻ വരുന്നു, അച്ഛൻ വരുന്നു. എന്താ ഇവിടെ പരിപാടി? ഞാൻ വിചാരിച്ചിരുന്നതേ അച്ഛന് കണ്ണിനൊക്കെ പ്രശ്നമുള്ളതാ. ഇപ്പൊ ചെവിയും കേൾക്കത്തില്ലേ? ഇവിടെ ബാൻഡ് സെറ്റിന്റെ പ്രാക്ടീസ് ആണ്. ഞാൻ അതല്ല ചോദിച്ചത്. ഇവിടെ ഒരു മീൻകറിയുടെ മണം വരുന്നു. അതെന്താ പരിപാടി എന്ന്? അതന്നെ കൊച്ചിന്റെ പാത്രത്തിൽ. അപ്പോഴേ എനിക്കറിയാം സോളമൻ ഊതാനുണ്ടെങ്കിൽ ശോശമ്മ ഇവിടെ മീൻകറിയായിട്ട് വരുമെന്ന. ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഇന്ന് ഈ പാന്റ് ഷർട്ട് ഊരി വിടും ഞാൻ. പാന്റ് ഷർട്ട് ഊരി വിടുന്നു? അച്ഛനും ഈ ലോഹം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. പക്ഷെ ഞങ്ങൾക്ക് പാന്റ് ഊരിക്കളയാൻ പറ്റില്ല. അത് നാണക്കേടാണ്. അതല്ലെന്ന് ഈ പള്ളിയുടെ പേരിലുള്ള ഈ പാന്റ് സെറ്റ് ഞാൻ അഴിച്ചു പണിയും, പിരിച്ചുവിടുമെന്ന്. അല്ല, അങ്ങനെ പറയരുത്. ഞങ്ങൾ കുഞ്ഞുനാള് തുടങ്ങി പ്രേമിക്കുന്ന. അറിയാലോ അച്ഛന്. അപ്പൊ കെട്ടിച്ചു തരണം. അതെ. ഈ സോളമന് ശോശനെ കെട്ടിച്ചു തരണോ? അത് കുമരകം റിസോർട്ട് പൊളിച്ചു പണിയണോ? അല്ല, കുമരകം പള്ളി പൊളിച്ചു പണിയണോ? അതോ വാടകയ്ക്ക് കൊടുക്കണോ? പാരിഷ്കാൾ പണിത് അവിടെ കല്യാണം നടത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഈ വികാരിയായി ഞാൻ ഒറ്റ പ്ലാക്കൽ. എന്ത് പറഞ്ഞാലും നടക്കൂല. ഞങ്ങൾ കുട്ടിക്കാലം പ്രേമിക്കുന്നതാ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ ഈ ക്ലാറിനെറ്റും ഇതൊക്കെ വായിക്കുമ്പോഴേ ബാൻഡ് സെറ്റ് നടത്തോണ്ടിരിക്കുമ്പോൾ ഇവള് കൃത്യമായിട്ട് ഈ ഇവൻ പാടുന്നത് എങ്ങനെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അതെന്താന്നറിയാ പാപ്പ?
അത് ഇത്രേ ശ്രുതി തെറ്റിച്ച് പാടാൻ ഇവിടെ വേറെ ആർക്കും പറ്റത്തില്ല. എന്റെ സോളമന് മാത്രമേ പറ്റൂ. കൂട്ടത്തിൽ വ്യത്യസ്തനാണ്. അതിന്റെ കാമുകിക്ക് മനസ്സിലായി നീ പിച്ചവിട്ടാ വായിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ സോളമനെ ജീവൻ. അല്ല ഒറ്റപ്പിളാക്കനച്ചാ വന്നു. ഈ പ്രേമിക്കുന്നവരെ പിരിക്കുന്നത് തെറ്റല്ലേ? പ്രേമിക്കുന്നവരെ പിരിക്കുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല. പക്ഷെ പള്ളിയിലെ പിരിവ് ചോദിക്കുന്നത് ശരിയാണോ? ഒരു തെറ്റുമില്ല. തെറ്റുമില്ല. ആ അങ്ങനെയാണെങ്കിൽ ഒരു 10,000 രൂപ എഴുതിക്കോ. അതിൽ 5,000 രൂപ റെസിപ്റ്റ് കൊടുക്കുക. 10,000 രൂപ ഞാൻ തരാനോ? എന്റെ പൊന്നച്ചാ, ഒരു വർഷം ഞാൻ ഈ പള്ളിമുറ്റത്ത് നിന്ന് ഇത് ക്ലാർനെറ്റ് വായിച്ചാലും എനിക്കൊരു 10,000 രൂപ കിട്ടത്തില്ല. ഊതല്ലേ? ഊതാതിനകത്തുനിന്ന് അങ്ങനെ ശബ്ദം കേൾക്കുന്നേ? അതല്ല, എനിക്ക് ഊതാൻ നിക്കല്ലേ എന്ന്. ഓ എന്ന് അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുള്ളൂ. ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകും. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യും. എടാ, ഇത് വിഷയമാകും. ഇല്ല, വിഷയമായിക്കോട്ടെ. ഈ പെണ്ണിന് വീട്ടെറിഞ്ഞ സംഭവം വിഷയമാകും. ഇല്ല, വിഷയമാവില്ല. ഞങ്ങൾ പോയിക്കോളാം. അയ്യോ അമ്മാച്ചൻ വരുന്നു. മില്ലൻ, മില്ലൻ. എന്താ ഇവിടെ? ആരാ? വില്ലൻ, വില്ലൻ. എന്താ ഇവിടെ? താങ്കളുടെ ചെവി കേൾക്കത്തില്ലേ? ഇവിടെ ഞങ്ങൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഈ ക്ലാർനെറ്റും ഇതൊക്കെ വായിക്കുമ്പോൾ കേൾക്കാൻ വയ്യ. ഇവിടെ ബാൻഡ് സെറ്റിന്റെ റിഹേഴ്സലാണ്. ഓ, അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെന്താണ്? ജോസന്റെ ഇവിടെ എന്താ കാര്യം? അത് ഞാൻ അതെന്നോട് മീൻകറി ചോദിച്ചിട്ട് കൊണ്ടുവന്നാ. മീൻകറിയോ? ആ. ആർക്ക്? സോളമന്. ആന്നു. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഇവനെ കാണാൻ ഈ പള്ളിപ്പറമ്പി വന്നു കൂടെന്ന്. എന്റെ അമ്മാച്ച എത്ര തവണ ഞാൻ കഥവും തുറന്നിട്ട് വിളിച്ചതെന്നറിയോ? ഒന്ന് വരണ്ടായോ സോളമൻ? നീ എന്താ വരാത്തെ? നീ എന്താ വരാത്തെ? കല്ലാനല്ലേ? തല്ലി ഞാൻ. നിന്നെ എവിടെ കണ്ട നല്ല ഇടിയിരിക്കും ഞാൻ. ഇങ്ങനെ പിടിച്ച് തല്ലുകയാണ്. പറയച്ചാ. അതൊരാണല്ലോ അവനെ ഇങ്ങനെ തല്ലാവോ? എന്നാ പ്രശ്നം? എന്റെ കൊച്ചിന്റെ മണ്ടക്കകത്ത് കയറുന്നേ? ഞാൻ അവളുടെ അമ്മാവനായോണ്ട്, ചേച്ചിയുടെ ആങ്ങളെയായോണ്ട്, അറിയാവോ? ആങ്ങളും പെങ്ങളൊക്കെ അങ്ങനെ പള്ളിക്ക് പുറത്ത്. അപ്പൊ ഞാൻ അമ്പലപ്പറമ്പിലാണോ നിൽക്കണേ? ഓ, അതൊക്കെ വീട്ടിൽ നിന്ന്. എന്റെ കൊച്ചിന്റെ കാര്യം ഞാൻ എനിക്ക് നോക്കാൻ അറിയാം. വാ കൊച്ചി അങ്ങോട്ട്. ഒന്നില്ലേ? എന്റെ മാത്രം ലൂയിസ്. തെയ്യാമ്മ, എന്റെ മാത്രം തെയ്യാമ്മ. ചേച്ചി എന്നെ കിടന്ന് കാണിക്കണേ ഈ വയസ്സാകാലത്ത്? നിനക്ക് അതിനൊക്കെ പറയാം. നിങ്ങൾ ആങ്ങളൊക്കെമാരൊക്കെ കൂടിയിട്ടാണ് ഞങ്ങളുടെ കെട്ട് മുടക്കിയത്. ഇല്ലെങ്കിൽ നിനക്കറിയാവോ, 10-30 കൊല്ലം മുൻപേ ലൂയിസ് ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ കെട്ടാച്ചരക്കായിട്ട് നിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി എന്നറിയോ? ഞാൻ കെട്ടാച്ചരക്കനായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി തെയ്യാമ്മേ? അടുക്കള വാതിൽ തുറന്നിട്ട് ഞാൻ എത്ര കാലം കാത്തിരുന്നു. നീ അടുക്കള വാതിൽ തുറന്നിട്ടേക്ക് വരുന്നു? ആ, ഇതൊന്നും അറിയാതെ നിന്റെ റൂമിന്റെ ജനലിന്റെ കമ്പി വളച്ചുകൊണ്ട് ഞാൻ വെളിയിൽ കറങ്ങി നടക്കുകയായിരുന്നു. ഞാൻ വെളിയിൽ കറങ്ങി നടക്കുകയായിരുന്നു. ഇനി കാത്തിരിക്കാൻ സമയമില്ല ലൂയിസേ. ഈ പ്രദക്ഷിണം ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ കെട്ട് നടത്തണം. ഓക്കെ. ഞങ്ങളല്ലേ ആദ്യം പ്രേമിച്ചത്, അപ്പൊ ഞങ്ങളുടെ കെട്ടല്ലേ ആദ്യം നടത്തുന്നത്. ഇത് എത്ര വർഷത്തെ പഴക്കമുള്ള കേസാന്നറിയോ? ആദ്യം ഇത് തീരട്ടെ. എന്റെ ചേച്ചി ഇത് എന്തൊക്കെ പറയണേ? എന്താ പറഞ്ഞ? ഒരു പ്രണയം പരിഹരിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ഇപ്പൊ 2 പ്രണയം പരിഹരിക്കേണ്ട അവസ്ഥയായി. അതിലൊരെണ്ണാണെങ്കിലാ മുതുക്ക് പ്രണയം. കാലം കുറെ പ്രണയിച്ചു തുടങ്ങിട്ട് ഞങ്ങൾ ആദ്യം കെട്ടിച്ചു തരണം. അത് പറ്റില്ല. ഞങ്ങളെ കെട്ടിക്കണം. ഒരു കാര്യം, അച്ചാച്ചനോ? അല്ല, അച്ചോ. ഞാൻ അച്ഛനാണ്. മാറാമോട്ടെ. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേർക്കും കല്യാണം നടത്താൻ പറ്റില്ല. കാരണം ആരുടെയും ഒരാളുടെ കല്യാണമേ ഈ പള്ളി വെച്ച് നടത്താൻ പറ്റില്ല. ഞങ്ങളെ കെട്ടിച്ചത് കാലം കുറെ എടാ, ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ രണ്ടുപേരും ഊത്ത് മത്സരം നടത്തുക. ഈ മത്സരത്തിൽ ആര് ജയിക്കുന്നു അവർക്ക് ആദ്യം കല്യാണം. ഞാനും പാപ്പനും തമ്മില് ആര് തമ്മിലായാലും കല്യാണം നടത്തുക. ജയിക്കുന്ന ആളുടെ കെട്ട് നടത്തും. ഞാൻ കെട്ടിച്ചു തരും. ലൂയി പാപ്പ, ഞാൻ ഈ മത്സരത്തിന് തയ്യാർ. ഞാനും തയ്യാർ. ലൂയി പാപ്പ, ഈ പിറ്റോട്ട് വായിക്കുന്നവരെ തോപ്പിക്കാൻ എനിക്ക് എളുപ്പമാണ്. അവ മാറിക്ക്. എല്ലാവരും മാറി.
ലൂയി പാപ്പ ഏ? നമ്മളെ മത്സരിക്കാൻ വിട്ടിട്ട് അവരെല്ലാവരും കെട്ടു നടത്തി പോയി. കെട്ട് നടത്തിയോ? ആ, അപ്പൊ ഞാൻ ഇത്രയും നാൾ എന്തിനാ കാത്തിരുന്നത്? അപ്പൊ മാമോദീസ കാലം തുടങ്ങി ഞാൻ കാത്തിരുന്നതിനാ. ലൂയി പാപ്പ, ഇനി നമ്മളിപ്പോ എന്ത് ചെയ്യും? ഇതുവരെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞത്? എങ്ങനെയാ? ഇനി അതുപോലെ അങ്ങ് കഴിഞ്ഞാ മതി. ഊത്ത് തന്നെ ഊത്ത്.